വെൽക്കം ബാക്ക് ടു പർപ്പിൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീരയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചെടുക്കാം. ഞാൻ അരകല്ലിലാണ് ചതച്ചെടുത്തത്. നമ്മളിത് വെക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടി വെക്കുമ്പോഴാണ് ഇതിനൊക്കെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ആ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ചേർക്കേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഒരു അല്പം ചേർത്താൽ മതി. ഇനി മുളക് പൊടി. അപ്പോൾ ഇതിൽ എരി വരുന്നത് ഈ മുളക് പൊടിയും പച്ചമുളകിൻ്റെ എരിയാണ്. അപ്പോൾ എരി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന നെത്തോലി അല്ലെങ്കിൽ നിങ്ങൾ കൊഴുവ എന്ന് പറയും, അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ അടുപ്പിൽ വെച്ചതിന് ശേഷം അധികം ഇത് ഇളക്കി കൊടുക്കത്തില്ല, കാരണം മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കാം. വെള്ളം ആവശ്യത്തിന് ഒന്ന് വേവാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേണം വേവിക്കാൻ. അപ്പോൾ ആ വെള്ളം പറ്റുന്നവരെയാണ് നമുക്ക് വേവിക്കേണ്ടത്. അപ്പോൾ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക ചെറിയ തീയിൽ. ഇപ്പോൾ ഇവിടെ നെത്തോലിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് പറ്റിയാൽ മതി. ഈ സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ ഇളക്കുമ്പം ഒരിക്കലും മീൻ പൊടിഞ്ഞു പോകരുത്. ശ്രദ്ധിച്ച് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കണം. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് നമ്മൾ കടുവൊന്നും വറുക്കാറില്ല. നമ്മൾ ഈ വെളിച്ചെണ്ണ അവസാനം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. നമ്മൾ നെത്തോലി പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ബാക്കി വന്ന നെത്തോലി ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്ത് ഒരു 10-20 മിനിറ്റ് അത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടാലും കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ നെത്തോലി ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഊണിന് നെത്തോലി ഫ്രൈ ആയി, പിന്നെ നെത്തോലി പീര പറ്റിച്ചായി, പിന്നെ കുറച്ച് മോര് കാച്ചിയതും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് സാധാ മീൻകറി വെക്കുന്നതിനെക്കാട്ടി ഈ പീര പറ്റിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ അറിയോ, ആദ്യത്തെ പ്രിപ്പറേഷൻ്റെ ടൈമേ ഉള്ളൂ. പിന്നെ കഷ്ടിച്ചൊരു 10 മിനിറ്റ് നമ്മളെ കറി റെഡിയാവും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.